പാലക്കാട് ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായ മന്ത്രി എം പി രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനെ അല്ല, സ്ഥലം എം പിയായ തന്നെയാണ് വെല്ലുവിളിക്കേണ്ടതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. മദ്യക്കമ്പനിയുടെ സിഇഒ ആണോ മന്ത്രി എം പി രാജേഷ് എന്ന് സംശയിക്കുന്നുവെന്ന് വി കെ ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി എം പി രാജേഷ് മാറിയിരിക്കുകയാണ്. അന്ധനായ ഒരാൾ ആനയെ കണ്ടതുപോലെയാണ്. ഈ അഹല്യ ക്യാമ്പസിൽ പോയി അതിനെ വെച്ച് കാണിച്ച് ന്യായീകരിക്കുന്ന മന്ത്രിക്ക് നാണമുണ്ടോയെന്ന് എനിക്ക് ചോദിക്കാറുണ്ട്. എന്തറിയോ, അപ്പോൾ മലബാർ ഡിസ്റ്റിലറീസിൽ ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാൻ കഴിയാതെ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള ആ സ്ഥലം നോക്കുകുത്തിയാക്കി കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനിയുടെ സിഇഒ ആയിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. മന്ത്രി എം പി രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും 24 തന്നെ സംവാദം സംഘടിപ്പിക്കാമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. എം പി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ 500-ലധികം വരുന്ന കോൾക്കിണർ അല്ലാതെ അവിടെ ഒരു ജലവിതരണ പദ്ധതിയില്ല, ശുദ്ധജല വിതരണ പദ്ധതിയില്ല. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ? എം പി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. 24 ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. നിഖിൽ പരമേശ, വാർത്തകൾ. നിഖിൽ, ഈ പറയുന്ന അഹല്യ ക്യാമ്പസിൽ മന്ത്രി 1 മണിക്കൂറോളം ചെലവഴിച്ചു. അതൊരു സ്വകാര്യ മദ്യ നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മഴക്കുഴിയുടെ വയബിലിറ്റി നമ്മളെ കാണിച്ചു തരാനാണ്. സംസ്ഥാനത്ത് ഒരു മന്ത്രി അങ്ങനെ സ്വകാര്യ മദ്യ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി പോയി സന്ദർശനം നടത്തിയതിനെ ചോദ്യം ചെയ്യുകയാണോ ഇതര രാഷ്ട്രീയ പാർട്ടികൾ? നിഖിൽ. തീർച്ചയായിട്ടും ഹാഷ്മി, അത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്നിപ്പോൾ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നത്. മന്ത്രി സത്യത്തിൽ സന്ദർശിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ഈ ചിറ്റൂർ മേഖലയിലൊക്കെ കഞ്ചിക്കോട് ഭാഗത്തൊക്കെ കുടിവെള്ളം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ആയിരുന്നു എന്നുള്ളതാണ് അല്പസമയം മുൻപ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞത്. മദ്യ കമ്പനിയുടെ സിഇഒയും കോർഡിനേറ്ററുമായി മന്ത്രി മാറുന്നുവെന്ന വളരെ അപഹാസ്യമായിട്ടുള്ള സാഹചര്യമാണ് കാണാൻ കഴിയുന്നതെന്നാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ. ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് മുൻ പ്രതിപക്ഷ നേതാവിനെയും ഒരു പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ വി കെ ശ്രീകണ്ഠൻ ചോദിക്കുന്നത് താൻ ഇവിടുത്തെ പ്രാദേശിക MP ആണ്, താനുമായിട്ടാണ് ചർച്ചയിൽ ഏർപ്പെടേണ്ടത്. ആ സംവാദത്തിന് തയ്യാറുണ്ടോ എം പി രാജേഷ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് 24 തന്നെ ആകാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ രാവിലെ ഇത്തരം ഒരു ചർച്ച ഒരുക്കുകയാണെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരുക്കാമെന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും വി കെ ശ്രീകണ്ഠൻ ഈ ചർച്ചയോട് പോസിറ്റീവായി നമ്മളോട് പ്രതികരിച്ചു. മന്ത്രി എം പി രാജേഷിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഒരു തത്സമയ ചർച്ച ഒരു പക്ഷേ നമ്മൾ 24 നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇക്കാര്യത്തിൽ പുറകോട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നിപ്പോൾ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മന്ത്രി ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ചെലവഴിച്ചൊരു സ്വകാര്യ മദ്യ കമ്പനിക്ക് വേണ്ടി അവിടെ സന്ദർശനം നടത്തിയതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മദ്യ കമ്പനിയുടെ വക്താവായി മന്ത്രി മാറുന്നുവെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതുവരെ നമുക്കറിയാം ഒയാസിസ് വിഷയം കേരളത്തിൽ ഇത്ര വലിയ ചർച്ചയായിട്ടും ഒയാസിസിന്റെ ഒരു പ്രതിനിധി ഒരു ടെലിഫോൺ ലൈനിൽ വന്നിട്ട് പോലും ആ കമ്പനിയെ ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സ്ഥാനത്താണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഈ മഴക്കുഴികൾ ഇത്ര വിജയകരമായി അഹല്യയിൽ നടത്തുന്നുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കൊണ്ട് അവിടെ എത്തിയത് എന്നുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ C കൃഷ്ണകുമാർ അല്പസമയം മുൻപ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. വർഷങ്ങളെടുത്താണ് ഈ അഹല്യയിൽ ഈ മഴവെള്ള സംഭരണികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ മദ്യ കമ്പനിക്ക് നൽകേണ്ട അത്രയും ജലം ഉൽപ്പാദിപ്പിക്കാൻ ഈ മഴക്കുഴികൾ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിക്ക് അത്ര താല്പര്യമാണെങ്കിൽ സർക്കാരിന് കീഴിൽ തന്നെയുള്ള മലബാർ ഡിസ്റ്റിലറിയിൽ ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൂടെ എന്നുകൂടി ചോദിക്കുന്നു. അവിടേക്ക് ഒരു ശ്രദ്ധയും വെക്കാത്ത മന്ത്രി എന്തുകൊണ്ട് ഈ സ്വകാര്യ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി ഇത്രമേൽ വാദിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട് എന്നും മനസ്സിലാകും. കാരണം അവർ അത്തരത്തിലുള്ള ഇന്നലത്തെ സന്ദർശനമടക്കം കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഹാഷ്മി, വൈ എ സ്റ്റേറ്റ് മിനിസ്റ്റർ ഡൂയിങ് ദിസ് എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷം. എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ മദ്യ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മഴക്കുഴി വയബിളാണ്, അവർ മഴക്കുഴി നിർമ്മിക്കും എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി 1 മണിക്കൂറോളം ഒരു ക്യാമ്പസിൽ പോയി ചെലവഴിക്കുന്ന സംസ്ഥാന മന്ത്രി എന്തിനാണ് ഒരു PRI പോലെ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. മറുപടി പറയേണ്ടത് എം പി രാജേഷാണ്.